കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. വൻ രാഷ്ട്രീയ കോളിളക്കങ്ങൾക്കാണ് UP വേദിയാകുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ BJPയിൽ ആഭ്യന്തര കലഹം രൂക്ഷമാണ്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ പാളയത്തിൽ പടയൊരുങ്ങുന്നതായാണ് റിപ്പോർട്ടുകൾ. അതിനിടെ മൺസൂൺ ഓഫർ എന്ന വിശേഷണത്തോടെ SP നേതാവ് അഖിലേഷ് യാദവ് പങ്കുവച്ച ട്വീറ്റ് കൂടുതൽ അഭ്യൂഹങ്ങൾക്ക് വഴിയൊരുക്കുകയാണ്. മൺസൂൺ ഓഫർ 100 പേരെ കൊണ്ടുവരൂ, സർക്കാർ ഉണ്ടാക്കാമെന്നാണ് UP മുൻ മുഖ്യമന്ത്രി കൂടിയായ അഖിലേഷ് യാദവ് ട്വീറ്റ് ചെയ്തത്. BJP സഖ്യത്തിൽ നിന്ന് കക്ഷികളെ അടർത്തി മാറ്റി സർക്കാർ ഉണ്ടാക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുകയാണോ എന്ന സംശയമാണ് ഇതിന് പിന്നാലെ ഉയരുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പിന്നാലെ അഖിലേഷ് യാദവിന് ജനപിന്തുണയും വർദ്ധിച്ചിരിക്കുകയാണ്. ആകെ 80 സീറ്റിൽ 43 സീറ്റിലാണ് ഇന്ത്യ സഖ്യം വിജയിച്ചത്. 30 സീറ്റുകൾ നഷ്ടമായ NDA ഇത്തവണയും വെറും 36 സീറ്റിൽ ഒതുങ്ങി. ഹിന്ദുത്വയുടെ ഏറ്റവും വലിയ പരീക്ഷണശാലയിലേറ്റ തിരിച്ചടി BJPക്ക് വൻ പ്രഹരമായിരുന്നു. തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിനു പിന്നാലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ പാർട്ടിയുടെ ദലിത് മുഖനായ ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യയുടെ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ്. ഇതിനു പിന്നിലെ BJP സംസ്ഥാന പ്രസിഡന്റ് ഭൂപേന്ദ്ര ചൗധരി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട് പാർട്ടിയുടെ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജ്യസന്നദ്ധത അറിയിക്കുകയും ചെയ്തു. BJP UP നിർവാഹക സമിതിയിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രസാദ് മൗര്യയും തമ്മിൽ ആരംഭിച്ച വിഴുപ്പലക്കലാണ് ഇപ്പോൾ തുടരുന്നത്. പാർട്ടി സർക്കാരിനേക്കാൾ വലുതാണെന്ന് യോഗിയോട് കേശവ് പ്രസാദ് മൗര്യ തുറന്നടിച്ചിരുന്നു. 2 വർഷം മുമ്പും അഖിലേഷ് യാദവ് കേശവ് പ്രസാദ് മൗര്യയ്ക്ക് മുന്നിൽ ഇതേ ഓഫർ വെച്ചിരുന്നുവെന്ന് അറിയുമ്പോഴാണ് ഇന്നത്തെ ട്വീറ്റിന് പ്രസക്തിയേറുന്നത്. 100 MLA-മാരുമായി വന്നാൽ സർക്കാർ രൂപീകരിക്കാമെന്നും കേശവ് പ്രസാദ് മൗര്യയെ മുഖ്യമന്ത്രിയാക്കാമെന്നുമായിരുന്നു അഖിലേഷിന്റെ അന്നത്തെ വാഗ്ദാനം. ബീഹാറിൽ നിതീഷ് കുമാർ NDA മുന്നണി വിട്ട് മഹാഗഡ്ബന്ധന്റെ ഭാഗമായപ്പോഴായിരുന്നു ഇത്. എന്നാൽ ഈ വാഗ്ദാനത്തെ തള്ളുകയാണ് അന്ന് മൗര്യ ചെയ്തത്. നിലവിൽ UPയിലെ 403 അംഗ നിയമസഭയിൽ NDAക്ക് 283 അംഗങ്ങളാണുള്ളത്. 222 സീറ്റാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്.